ആരോഗ്യ സംവിധാനങ്ങൾ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം നൽകേണ്ടത്. അതേ സംവിധാനങ്ങൾ ജീവിതങ്ങൾ തകർക്കുമ്പോൾ അതിന് ന്യായീകരണമുണ്ടോ? ഉണ്ടാവാൻ പാടില്ല. മധ്യപ്രദേശിൽ രക്തമാറ്റം ചെയ്യപ്പെട്ട 6 കുട്ടികളുടെ ജീവിതം പൂർണ്ണമായും തകർച്ചയിലേക്ക് തള്ളിവിടപ്പെട്ടിരിക്കുകയാണ്. ഒരു കൈപ്പിഴ കൊണ്ട് സംഭവിച്ചതല്ല ഈ ദുരന്തം, മറിച്ച് രക്തപരിശോധനാ സംവിധാനങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളും പൂർണ്ണമായും പരാജയപ്പെട്ടതിന്റെ തെളിവുകളാണ്. മധ്യപ്രദേശിലെ സത്നയിൽ തലസീമിയയെ തുടർന്ന് ചികിത്സയിലായിരുന്ന കുട്ടികൾക്കാണ് രക്തദാനത്തിലൂടെ HIV ബാധിച്ചത്. ജീവിക്കാൻ ഓരോ മാസവും സ്ഥിരമായി രക്തമാറ്റം ചെയ്യുന്ന കുട്ടികളായിരുന്നു ഇവർ. 3 വ്യത്യസ്ത ബ്ലഡ് ബാങ്കുകളിൽ നിന്ന് ആകെ 189 യൂണിറ്റ് രക്തം, അതിൽ 150-ലധികം ദാതാക്കളുടെ രക്തം. ഇതിൽ നിന്നുമാണ് HIV വൈറസ് കുട്ടികളിലേക്ക് എത്തിയത് എന്നാണ് അന്വേഷണ റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നത്. മാർച്ച് മാസത്തിൽ ആദ്യ HIV കണ്ടെത്തിയതിനു പിന്നാലെ ഏപ്രിലോടെ നിരവധി കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഞെട്ടിക്കുന്ന കാര്യം എന്തെന്നാൽ മാസങ്ങളോളം ആശുപത്രി ഭരണകൂടവും ജില്ലാ അധികൃതരും ഇതിനെതിരെ പ്രതികരിച്ചില്ല എന്നതാണ്. ബ്ലഡ് ബാങ്ക് ഓഡിറ്റോ തുടർ അപകടം തടയാനുള്ള നടപടിക്രമങ്ങളോ ഉണ്ടായിട്ടില്ലായിരുന്നു. സംഭവത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് പ്രതിസ്ഥാനത്താണ്. ചില ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുമുണ്ട്. ബ്ലഡ് ബാങ്ക് ഇൻചാർജും 2 ലാബ് ടെക്നീഷ്യന്മാരും സസ്പെൻഷനിലായതോടൊപ്പം മുൻ സിവിൽ സർജന് നോട്ടീസും നൽകി. ബാധിതരായ കുട്ടികൾ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ളവരുമാണ്. തലസീമിയയുടെ മാനസികവും ആരോഗ്യകരവുമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിന്റെ കൂട്ടത്തിൽ ഇനി ഇവർ ജീവിതകാലം മുഴുവൻ HIV ചികിത്സ തേടേണ്ടി വരുന്നു എന്നത് തീർത്തും അസഹനീയമാണ്. നഷ്ടപരിഹാരം, ദീർഘകാല ചികിത്സ എന്നിവയിൽ ഇതുവരെ വ്യക്തതയില്ല. പ്രതിപക്ഷം ഇതിനെ ക്രിമിനൽ നെഗ്ലിജൻസ് എന്നാണ് വിളിച്ചത്. രക്തമാറ്റത്തിലൂടെ HIV പകരുന്നത് ഒരു കുറ്റകൃത്യമാണെന്ന് പ്രതിപക്ഷം അടിവരയിടുന്നു. 70,000-ലധികം HIV ബാധിതരുള്ള മധ്യപ്രദേശിൽ ഒരൊറ്റ രക്തസുരക്ഷാ വീഴ്ച പോലും വലിയ അപകടമുണ്ടാക്കും. ഇത് ജനിപ്പിക്കുന്ന ഭീതി ചെറുതല്ല. ഈ സംഭവത്തിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സത്ന ജില്ലാ ഭരണകൂടം അനധികൃതമായി രക്തദാനത്തിനായി പ്രവർത്തിക്കുന്ന 3 ഇടനിലക്കാരെ അറസ്റ്റ് ചെയ്തു. രഞ്ജിത് സാഹു, മുഹമ്മദ് കൈഫ്, അനിൽ ഗുപ്ത എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ആശുപത്രിയിലെ രക്തബാങ്കിലെ ഏതെങ്കിലും ജീവനക്കാർക്ക് ഈ കച്ചവടത്തിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. രോഗബാധിതരായ രക്തദാതാക്കളെ കണ്ടെത്തുന്നത് ഒരു കഠിനമായ കാര്യമാണ് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ജില്ലാ ആശുപത്രികളിലും പരിസരത്തും വർഷങ്ങളായി അനധികൃതമായി പ്രവർത്തിക്കുന്ന രക്തവിതരണ ശൃംഖലയാണ് ഈ അറസ്റ്റുകൾ തുറന്നു കാട്ടുന്നത്. വളരെ കൃത്യമായ മുൻകരുതലുകളോടെയുള്ള ആസൂത്രണം വഴിയാണ് ഈ ഇടനിലക്കാരെ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത്. വർഷങ്ങളോളം ഇങ്ങനെയൊരു സംഭവം നടന്നുകൊണ്ടിരുന്നിട്ടും 6 കുട്ടികളുടെ ജീവിതം ബലികൊടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ഈ നടപടികളും അറസ്റ്റും ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ഒരു അപകടം പുറത്തു വന്നിരുന്നില്ല എങ്കിൽ ഒരു നടപടിയും ഉണ്ടാകില്ലായിരുന്നു. പലരുടെയും ജീവിതം തുടർന്നും ബലികൊടുക്കപ്പെടുമായിരുന്നു. HIV രോഗവ്യാപനം തടയാൻ ശാസ്ത്രവും ചികിത്സയും മുന്നേറിയിട്ടുണ്ടെങ്കിലും ശ്രദ്ധക്കുറവും സംവിധാനങ്ങളുടെ പരാജയവും ഉണ്ടാകുമ്പോൾ അതിന്റെ വില മനുഷ്യ ജീവിതങ്ങളാണ് നൽകുന്നത്. പ്രത്യേകിച്ചും രക്തമാറ്റം പോലുള്ള ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ചികിത്സയിൽ സംഭവിക്കുന്ന ഒരൊറ്റ വീഴ്ച പോലും തിരുത്താനാവാത്ത ദുരന്തങ്ങളിലേക്കാണ് നയിക്കുന്നത്. HIV വ്യാപനം തടയാൻ കർശനമായ പരിശോധന, രക്തദാതാക്കളുടെ രേഖാശേഖരണം, ഒപ്പം ഉത്തരവാദിത്തം ഉറപ്പാക്കുന്ന ഭരണ സംവിധാനം എന്നിവ അനിവാര്യമാണ്. അതോടൊപ്പം രോഗബാധിതരോടുള്ള സാമൂഹിക അവഗണനയും അവസാനിപ്പിക്കണം. HIV പകരുന്നത് തടയാനാകും. ഈ രോഗം പകരുന്ന ഓരോ സംഭവവും ഒരു രോഗവ്യാപനം മാത്രമല്ല, മറിച്ച് ഒരു സംവിധാനത്തിന്റെ പരാജയത്തിന്റെ സാക്ഷ്യം കൂടിയാണ്. ക്രിമിനൽ കുറ്റമാണ് സത്നയിൽ സംഭവിച്ചിരിക്കുന്നത്. അതിന് തക്ക ശിക്ഷ അനിവാര്യമാണ്.